ഈ 21,000 എന്ന് പറയുന്നത് പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആൻഡ് OEC കാറ്റഗറിക്ക് 5,000 അടയ്ക്കേണ്ട, 500 rupees മതി കേട്ടോ. കാരണം ഇവർക്ക് ട്യൂഷൻ ഫീ ഇല്ലാത്തൊരു കാറ്റഗറി ആണല്ലോ. ഈ ഒരു 5 lakhs rupees നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത്? എൻട്രൻസ് കമ്മീഷണർക്കാണ്, അല്ലാതെ അഡ്മിഷൻ കിട്ടിയ കോളേജിലല്ല. ആൻഡ് അതിന്റെ റെസീപ്റ്റും കൊണ്ട് വേണം അഡ്മിഷൻ കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾ ചെല്ലാൻ. MBBSന്റെയും BDSന്റെയും ഫീ നമ്മൾ നോക്കിയതാണ്. അതിലും കുറവാണ് ശരിക്കും ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും BSc ഓണേഴ്സ് അഗ്രികൾച്ചറിനും BSc ഫോറസ്ട്രിക്കും ഒക്കെ വരുന്നത്. അത് എത്രയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി. സോ അലോട്ട്മെന്റ് പ്രോസസ്സിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, രജിസ്ട്രേഷൻ ഫീ എത്രയാണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് വളരെ വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുന്നത് പോലെ തന്നെ ഈ ഒരു എമൗണ്ടും നമുക്ക് റെഡിയാക്കി വെക്കണം. ചില കോളേജുകളിൽ ടോക്കൺ ഫീയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് ആ ഒരു രീതിയിൽ അഡ്മിഷന് മുൻപ് തന്നെ, കോളേജിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ കേരളത്തിൻ്റെയാണ് നോക്കുന്നത്. കേരള അലോട്ട്മെന്റ്, സ്റ്റേറ്റ് അലോട്ട്മെന്റ് ആണ് നോക്കുന്നത്. അതിനുശേഷം ഓൾ ഇന്ത്യ കോട്ടയുടെ രജിസ്ട്രേഷൻ ഫീയും നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ കഴിഞ്ഞ വർഷം കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് August 21 ഈ വർഷം അത്രയും ഡിലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാൽ കൂടെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതിന്റെ ബേസിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ പോലും യെറ്റ് വന്നിട്ടില്ല സൈറ്റിൽ. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് കരുതി വെക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരളയുടെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിൽ ഒരു MBBS അല്ലെങ്കിൽ BDS സീറ്റ് ലഭിക്കാൻ കേരളയുടെ MBBS BDSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ഹോമിയോ, സിദ്ധ, യുനാനിയുടെ ഒക്കെ പറയും. ഓക്കെ, അപ്പോൾ MBBSഉം BDSഉം 5,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. അതായത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകത്തില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഒക്കെ ഒപ്റ്റ് ചെയ്യും MBBSന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ BDSന് വേണ്ടിയിട്ട് ഓരോ കോളേജുകൾ ഒപ്റ്റ് ചെയ്യും. അതിന്റെ രജിസ്ട്രേഷൻ ഫീ അലോട്ട്മെന്റിന് മുൻപ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് ആണ് പറയുന്നത്. ക്ലിയർ? 5,000 rupees. എന്നാൽ SC, ST, OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ 500 rupees, 5,000 അടയ്ക്കേണ്ട, 500 രൂപ മാത്രം അടച്ചാൽ മതി. അതേപോലെ ഈ കാറ്റഗറി കൂടാതെ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീ ചിത്ര ഹോം ഇവിടെയുള്ള എല്ലാ കുട്ടികളും 500 rupees മതി, 5,000 വേണ്ട. 5,000 രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ രജിസ്ട്രേഷൻ ഫീ? ഇല്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ, അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീയിൽ നിന്ന് ഈ 5,000 കുറയ്ക്കും. ഈ കുറച്ച 5,000 കുറച്ചുള്ള ബാക്കി ഒരു ട്യൂഷൻ ഫീ നിങ്ങൾ അടച്ചാൽ മതി. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. ഇനി അതേപോലെ ഈ 500 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് SC, ST, OEC കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങൂ. അപ്പൊ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഉണ്ടോ ഗവൺമെന്റിലും സെൽഫ് ഫിനാൻസിങ്ങിലും? ഇല്ല. അപ്പോൾ ഈ 500 രൂപ എവിടെയായിരിക്കും കുറയ്ക്കുക? ഈ 500 രൂപ കുറയ്ക്കുന്നത് നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിലാണ്. നിങ്ങൾ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം. അതിൽ ഈ 500 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങൂ. മറ്റു കാറ്റഗറിയിൽ വരുന്ന, ജനറൽ കാറ്റഗറിയിലും OBCയിലും ഒക്കെ വരുന്ന കുട്ടികൾ 5,000 രൂപ അടയ്ക്കണം. അത് നിങ്ങളുടെ ട്യൂഷൻ ഫീ ഇനത്തിൽ കുറയ്ക്കും. ഈ കുട്ടികളുടെയോ SC, ST, OEC കുട്ടികളുടെയോ അവരുടെയൊക്കെ കോഷൻ ഡെപ്പോസിറ്റിൽ നിന്ന് ഇത് കുറയ്ക്കും, 500 രൂപ കുറയ്ക്കും. ഇനി അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് രജിസ്ട്രേഷൻ ഫീ നഷ്ടമാവുമോ? ഇല്ല, ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ എല്ലാ റൗണ്ടും എൻഡ് ചെയ്തതിന് ശേഷം, അലോട്ട്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നിങ്ങൾക്ക് ഏത് ഇതുവഴി വേണമെങ്കിലും ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ. പക്ഷെ ഈ ഒരു എമൗണ്ട് ആർക്കാ നഷ്ടപ്പെടുക? ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ, ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷെ നിങ്ങൾ ആ ഒരു ടൈം ബൗണ്ടറിക്കുള്ളിൽ, ഇപ്പൊ ഇന്ന ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പറയല്ലേ, ആ ഒരു ടൈം ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത സീറ്റ് നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും ഇതൊരു പെനാൽറ്റി ആയിട്ട് ഈ രജിസ്ട്രേഷൻ എമൗണ്ട്, ഈ ഒരു 5,000 rupees അല്ലെങ്കിൽ 500 rupees കണക്കാക്കും. അത് തിരിച്ചു കിട്ടത്തില്ല. ക്ലിയർ അല്ലേ? ആർക്കൊക്കെയാണ്? 1, അഡ്മിഷൻ എടുത്തിട്ട് ക്വിറ്റ് ചെയ്യുന്ന ആളുകൾ. 2, അലോട്ട്മെന്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകൾ. അവർക്ക് ഈ എമൗണ്ട് നഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക്, അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് തിരിച്ചു കിട്ടും. അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ട്യൂഷൻ ഫീയിലും കോഷൻ ഡെപ്പോസിറ്റിലും ഇത് കുറയ്ക്കും. ക്ലിയർ? യെസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോക്കൺ ഫീ. രജിസ്ട്രേഷൻ ഫീ പറഞ്ഞു എല്ലാവർക്കും
5,500 വെച്ചാണ്. ഇനി എന്താണ് ടോക്കൺ ഫീ? ടോക്കൺ ഫീ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അടയ്ക്കേണ്ട ഫീയാ. മറ്റേത് രജിസ്റ്റർ ചെയ്യുമ്പോഴേ അടയ്ക്കണം. ടോക്കൺ ഫീ എപ്പോഴാണ്? അലോട്ട്മെന്റ് കിട്ടിയ ശേഷം അടയ്ക്കേണ്ട ഫീ ആണ് ടോക്കൺ ഫീ. അതെത്രയാണ് മക്കളെ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് MBBS കിട്ടിയ കുട്ടികൾ, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBS കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് 1 ലക്ഷം രൂപയാണ്. എന്നാൽ NRI കോട്ട വഴി കയറിയ NRI കാൻഡിഡേറ്റ്സ് അടയ്ക്കേണ്ടത് 5 lakhs rupees ആണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇത് അഡ്മിഷൻ കിട്ടിയ കോളേജിലാണോ അടയ്ക്കേണ്ടത്? അല്ല. ഇത് നിങ്ങൾ അടയ്ക്കേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷണർക്കാണ്. അതിന്റെ റെസിപ്റ്റ്, ആ ഫീ റെസിപ്റ്റുമായിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ ചെല്ലാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ MBBSന് കിട്ടിയ കുട്ടികൾ എവിടെ? സെൽഫ് ഫിനാൻസിങ്ങിൽ അല്ലെങ്കിൽ പ്രൈവറ്റിൽ, ഇപ്പൊ കരുണ മെഡിക്കൽ കോളേജ് പോലത്തെ കോളേജിൽ കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ എല്ലാവരും അടയ്ക്കണം. NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 ലക്ഷം രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ച് ആ ഫീ റെസിപ്റ്റുമായിട്ട് വേണം പോകാൻ. ഇനി BDSന് കിട്ടിയാലോ? ഡെന്റൽ കിട്ടുന്ന കുട്ടികൾ എല്ലാം അടയ്ക്കേണ്ടത് 1 lakhs rupees ആണ് കേട്ടോ. ഡെന്റലിന് കിട്ടുന്ന എല്ലാ കുട്ടികളും 1 lakhs rupees ആണ് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടത്. അത് NRI ആണെങ്കിലും ഏത് കോട്ട വഴിയാണെങ്കിലും 1 lakhs, 1 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി ഗവൺമെന്റിൽ കിട്ടുന്ന കുട്ടികളോ? ഗവൺമെന്റ് മെഡിക്കൽ ഓർ ഡെന്റലിൽ കിട്ടുന്ന കുട്ടികളും അവരുടെ ട്യൂഷൻ ഫീ എവിടെ അടയ്ക്കണം? കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കണം. എന്നിട്ട് ആ ഫീ റെസിപ്റ്റുമായിട്ട് വേണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൽ ചെല്ലാനായിട്ട്. ഓക്കെ, എനിക്കൊന്ന് MBBSന് ഒരു 25,000 മാക്സിമം, 23,150 ആണ് വരിക. ആൻഡ് BDSന് ഒരു 20,000 to 20,000, 21,000 ആ ഒരു റേഞ്ചിലുമായിരിക്കും ട്യൂഷൻ ഫീ വരിക ഗവൺമെന്റിൽ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇത് ട്യൂഷൻ ഫീ 1 lakhും 5 lakhും ആണെന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം ട്യൂഷൻ ഫീ ആയിട്ട് സെൽഫ് ഫിനാൻസിങ്ങിൽ വരുന്നത് 8 ലക്ഷത്തോളം. അത് ഓരോ കോളേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യും. അത് എത്രയാണെന്നുള്ളത് നമ്മൾ പല വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. 8 ലക്ഷം രൂപയോളം എല്ലാ കോളേജുകളിലും ട്യൂഷൻ ഫീ ആയിട്ട് വരും. അതിൽ ടോക്കൺ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഈ 1 ലക്ഷവും. അതേപോലെ 20 ലക്ഷത്തിന് മുകളിലാണ് NRI കോട്ടയിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീസ് വരുന്നത്. അതിൽ 5 ലക്ഷം ടോക്കൺ ഫീ ആയിട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ ഈ ഒരു കാൻഡിഡേറ്റ്സും ഗവൺമെന്റ് മെഡിക്കൽ ഒരു ഡെന്റലിൽ കിട്ടിയ കാൻഡിഡേറ്റ്സും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ടോട്ടൽ ട്യൂഷൻ ഫീ MBBSന് ഒരു 25,000 അതേപോലെ BDSന് ഒരു 20,000, 23,000 ആണ് MBBSന്, ഒരു 25 വരെ കാൽക്കുലേറ്റ് ചെയ്തു. BDSകാർ ഒരു 20 to 21,000 അത്രയും ഉള്ളൂ ടോട്ടൽ ട്യൂഷൻ ഫീ ഒരു ഇയറിലേക്ക് വരിക. യെസ്. ഓക്കെ, ഇനി SC ST OEC കാൻഡിഡേറ്റ്സോ? ഈ SC ST OEC കാറ്റഗറി അതേപോലെ ഞാൻ പറഞ്ഞു ശ്രീ ചിത്ര ഹോമിലെ, ജുവനൈൽ ഹോമിലെയും നിർഭയ ഹോമിലെയും കാൻഡിഡേറ്റ്സ്. ആ ഒരു കുട്ടികൾ ടോക്കൺ ഫീ യാതൊന്നും എൻട്രൻസ് കമ്മീഷണർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ട്യൂഷൻ ഫീ ഇല്ലാത്ത കാറ്റഗറി അവർക്ക് ഗവൺമെന്റിലും സെൽഫ് ഫിനാൻസിങ്ങിലും എന്തില്ല? ട്യൂഷൻ ഫീ ഇല്ല. അതുകൊണ്ട് തന്നെ ടോക്കൺ ഫീ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോട്ട വഴിയാണ് കയറുന്നതെങ്കിൽ കേട്ടോ, നിങ്ങൾ മൈനോറിറ്റി കോട്ട വഴിയോ NRI കോട്ട വഴിയോ ആണ് കയറുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫീസ് അടയ്ക്കണം. അല്ലാണ്ട് മെറിറ്റിൽ കയറുകയാണെങ്കിൽ, മെറിറ്റ് സീറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട. പക്ഷെ NRI കോട്ട വഴിയോ മൈനോറിറ്റി കോട്ട വഴിയോ ആണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് MBBSന്റെയും BDSന്റെയും കേസ്. ഇനി ഓൾ ഇന്ത്യ കോട്ടയുടെ MBBSും BDSും ഞാൻ പറയും. അതിനു മുൻപ് കേരളത്തിൽ എന്തുണ്ട്? ആയുർവേദ, ഹോമിയോപ്പതി, വെറ്റിനറി തുടങ്ങിയ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിനു മുൻപ് അവരുടെ കഴിഞ്ഞ വർഷത്തെ ട്യൂഷൻ ഫീ ഞാനൊന്ന് പറയാം. BAMS ആയുർവേദത്തിന് ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ 13,230 രൂപയാണ് ഫീസ് ആയിട്ട് വന്നത്. രജിസ്ട്രേഷൻ ഫീ അല്ല കേട്ടോ, ട്യൂഷൻ ഫീ ആണ് പറയുന്നത്. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 15,750, BSc ഓണേഴ്സ് ഫോറസ്ട്രിക്ക് 15,750, BVSc ആൻഡ് AH എന്താ വെറ്റിനറി സയൻസാ, വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയാ 22,869, BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസിന് 15,750, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് സെയിം എമൗണ്ടും, BTech ബയോടെക്നോളജിക്ക് 31,500, BSc ഫിഷറീസ് ആണ്, BSc ഫിഷറി സയൻസിന് 17,700 എന്ത് വരുന്നത്? അവർക്ക് ഫീ ആയിട്ട് വരുന്നത്. നോട്ട് രജിസ്ട്രേഷൻ ഫീ അല്ലാത്ത ഫീനെ പറ്റി ഞാനൊന്ന് പറഞ്ഞതാ. യെസ്, ഗവൺമെന്റ്
ഗവൺമെന്റിലെ ഫീസാണ്. ആൻഡ് സെൽഫ് ഫിനാൻസിങ്ങിൽ ആയുർവേദത്തിന് 2,82,821, അത് ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും കൂടി ആഡ് ചെയ്ത എമൗണ്ട് ആണ്. BSMSന് സിദ്ധയ്ക്ക് 2,72,406 രൂപ ട്യൂഷൻ ഫീയും അതേപോലെ സ്പെഷ്യൽ ഫീയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഫീസാണ്. BUMSന് യുനാനിക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ 2,82,821 ഫീസായിട്ട് വന്നത്. ഇത് കഴിഞ്ഞ ഇയറിലെ കണക്കാണ്. ഇനി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീ നോക്കാം. രജിസ്ട്രേഷൻ ഫീ ആണ്, അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ട ഫീ ആണ് ഇനി നോക്കുന്നത്. അഗെയിൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ 5,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. ബാക്കി ഞാൻ പറഞ്ഞ കാറ്റഗറി SC ST OEC അതേപോലെ മറ്റ് കുട്ടികൾ നമ്മുടെ ജുവനൈൽ ഹോമിലെയും നിർഭയയിലെയും ശ്രീചിത്രയിലെയും നമ്മുടെ കുഞ്ഞുങ്ങൾ 500 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അവിടെ MBBSും BDSും പറഞ്ഞതുപോലെ തന്നെയാണ് ആയുർവേദവും സിദ്ധയും യുനാനിയും ഹോമിയോപ്പതിയും ഒക്കെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, MBBSും BDSനും ഓൾറെഡി പേ ചെയ്ത കുട്ടികൾ വീണ്ടും ഇവിടെ പേ ചെയ്യണോ, രജിസ്ട്രേഷൻ ഫീ കൊടുക്കണോ? വേണ്ട. ഫ്രഷ് ആയിട്ട്, അതായത് MBBSും BDSും കൊടുക്കാത്ത കാറ്റഗറി മാത്രമാണ് വീണ്ടും ആയുർവേദിക്കും സിദ്ധയ്ക്കും ഒക്കെ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള 5,000 അടയ്ക്കേണ്ടി വരുന്നത്. ഓൾറെഡി MBBSനും BDSനും കൊടുത്ത കുട്ടികൾ ഇവിടെ വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചില്ലെങ്കിൽ റീഫണ്ട് ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. എന്നാലേ റീഫണ്ട് ആ ഒരു എമൗണ്ട് ഇതിലേക്ക് കയറത്തുള്ളൂ. അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആൻഡ് അതേപോലെ അലോട്ട്മെന്റ് എടുത്തതിന് ശേഷം, അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളും സീറ്റ് കിട്ടിയിട്ട് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത കുട്ടികൾക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ടബിൾ അല്ല, ഒരിക്കലും തിരിച്ചു കിട്ടില്ല, പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് ആയുർവേദത്തിന്റെയും സിദ്ധയുടെയും യുനാനിയുടെയും ഒക്കെ കേരളത്തിലെ അവസ്ഥ. ഇനി നമുക്ക് ഓൾ ഇന്ത്യ കൂടി നോക്കിയാൽ, ഓൾ ഇന്ത്യക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓൾ ഇന്ത്യ കൂടി നോക്കിയാൽ നമുക്ക് കഴിഞ്ഞു നമ്മുടെ രജിസ്ട്രേഷൻ ഫീ. എന്തായാലും തീർച്ചയായും നിങ്ങൾ ഓൾ ഇന്ത്യ ചെയ്യണേ. കാരണം ഓൾ ഇന്ത്യയിലും കേരളത്തിലെ കോഴിക്കോടിലെയും അതേപോലെ കോട്ടയത്തെയും ഒക്കെ 15% ഗവൺമെന്റ് സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഫില്ല് ചെയ്യപ്പെടുക. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെയും ഗവൺമെന്റ് സെക്ടറിലുള്ള 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്കൊരു ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കിട്ടും. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കും. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സീറ്റാണ്. എല്ലാ മെഡിക്കലിലെ എല്ലാ സീറ്റുകളും വാല്യുബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എനിക്ക് അവിടെ പഠിക്കേണ്ട ഇവിടെ പഠിക്കേണ്ട എന്ന് ചിന്തിക്കേണ്ട, എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം റീഫണ്ടബിളും നോൺ റീഫണ്ടബിളുമായിട്ടുള്ള എമൗണ്ട് ഉണ്ട്. ആദ്യം നമുക്ക് മെഡിക്കലിന്റെയും ഡെന്റലിന്റെയും BSc നഴ്സിംഗിന്റെയും നോക്കാം. ഡീംഡ് യൂണിവേഴ്സിറ്റി അമൃത പോലത്തെ ഡീംഡ് കോളേജസ് നോക്കുകയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും 5,000 rupees ആണ് വരുന്നത്, 5,000 രൂപ. ഇത് കൂടാതെ സെക്യൂരിറ്റി എമൗണ്ട് ഉണ്ട്. സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണ് വരുന്നത്? 2 lakhs rupees ആണ്. ഓക്കെ, അവിടെ റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും 5,000 രൂപ രജിസ്ട്രേഷൻ ഫീയും അതേപോലെ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് 2 lakhs rupeesമാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്ത്? നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ ഫീ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ടോട്ടലി നിങ്ങൾ എത്രയാണ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്? നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ 5,000ഉം അതേപോലെ റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി എമൗണ്ട് 2 lakhs rupeesമാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ SC ST റിസർവേഷനും ഒന്നുമില്ല. ഇനി 50% ഓൾ ഇന്ത്യ കോട്ട, അതായത് ഞാൻ പറഞ്ഞു ഇപ്പൊ കോഴിക്കോട് നിങ്ങൾക്ക് 15% സീറ്റ് കിട്ടണമെങ്കിൽ, കോട്ടയത്തെ 15% സീറ്റ് കിട്ടണമെങ്കിൽ, ട്രിവാൻഡ്രത്തെ 15% സീറ്റ് കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്യണം. എയിംസിൽ കിട്ടണമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ആലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ കിട്ടണമെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് കിട്ടണമെങ്കിൽ, ESI കോട്ട കിട്ടണമെങ്കിൽ, AFMCയിൽ കിട്ടണമെങ്കിൽ, ജിപ്മർ കിട്ടണമെങ്കിൽ, BSc നഴ്സിംഗിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഫീ ആണ് പറയുന്നത്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ 1,000 rupees ആണ്. ഓക്കെ, 1,000 rupees ആണ്. അത് അൺറിസർവ്ഡ് കാറ്റഗറിക്കും അതേപോലെ EWS കാൻഡിഡേറ്റ്സിനും 1,000 rupees ആണ്. അതേപോലെ SC ST OBC ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് എന്ത് വരുന്നത്? നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും 1,000 rupees. ജനറലിനും ഇക്കണോമിക്കലി വീക്കർ സെഷനും 1,000 രൂപയാണ്. ഈ റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി എമൗണ്ട് അതും
ജനറലിനും അതേപോലെ ഇക്കണോമിക്കലി വീക്കർ സെഷനും വരുന്നത് 10,000 രൂപയാണ്. എന്നാൽ SC, ST, OBC, ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് വരുന്നത് 5,000 രൂപയാണ്. മറ്റേ ആളുകൾക്ക് 10,000, 10,000 ഇവർക്ക് 5,000 റുപ്പീസുമാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി SC, ST, OBC, PWD കാൻഡിഡേറ്റ്സ് എത്രയായിരിക്കും മൊത്തം അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്? രജിസ്ട്രേഷൻ ഫീ 500 അടയ്ക്കണം. അതേപോലെ സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് 5,000, ടോട്ടലി 5,500 രൂപ രജിസ്ട്രേഷൻ ടൈമിൽ ഇവർ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 5,500 രൂപ. ബാക്കി ജനറലിൽ വരുന്ന കാൻഡിഡേറ്റ്സോ അവര് 1,000 റുപ്പീസ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീയും 10,000 റുപ്പീസ് റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി എമൗണ്ടും ചേർത്ത് 11,000, 10,000ന്റെ കൂടെ 1,000 കൂടി ആഡ് ചെയ്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്നാണ് ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക? അതിന്റെ കമൻസ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇയറിലെ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ വന്നത് August 14 രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ചോയ്സ് ഫില്ലിങ് August 16 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കേരളയ്ക്ക് മുൻപ് എന്തായാലും നടക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ട തന്നെയാണ്. ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് ആണ്. അവിടുത്തെ ഫീ സ്ട്രക്ചർ, രജിസ്ട്രേഷൻ ഫീ ഞാൻ പറഞ്ഞു. ഇനി ആയുഷ് കൗൺസിലിംഗ് എന്താ? ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് MBBSഉം BDSഉം പോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റുകൾ ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, ആയുർവേദ തുടങ്ങിയ കോഴ്സുകളിലേക്ക്. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ആയുഷ് കൗൺസിലിംഗ് നടക്കുക, ഏതൊക്കെയാണ് റൗണ്ട് എന്നൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അതിന്റെ രജിസ്ട്രേഷൻ ഫീ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ ആണ് ആദ്യം പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തതാണ് കൗൺസിലിംഗ് ഫീ. ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് കോളേജുകൾക്ക് അൺറിസർവ്ഡ് കാറ്റഗറി, EWS കാറ്റഗറി, OBC, നോൺ ക്രിമിലിയർ, NCL കാറ്റഗറിക്ക് 1,000 റുപ്പീസ്, SC, ST, PWD കാറ്റഗറിക്ക് 500 രൂപയുമാണ് അവരുടെ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും NIയിലും ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ ഫീസായിട്ട് വരുന്നത്. എന്നാൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ, ഡീംഡ് കോളേജുകളിൽ ഏത് കാറ്റഗറി ആണെങ്കിലും 5,000 രൂപ അടയ്ക്കണം. ബാക്കി വരുന്ന ഓൾ ഇന്ത്യ കോളേജുകളും അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുമൊക്കെ ജനറലും OBC, NCLും ഒക്കെ 1,000 ആണ് അടയ്ക്കേണ്ടത്. SC, STയും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയും 500 റുപ്പീസും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സെക്യൂരിറ്റി എമൗണ്ടാ. സെക്യൂരിറ്റി എമൗണ്ട് ഇതും നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ പേ ചെയ്യേണ്ടതാ. ഇതും എന്തിൽ വരുന്നത് തന്നെയാണ്? കൗൺസിലിംഗ് ഫീയിൽ വരുന്നത് തന്നെയാണ്. ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് കോളേജുകൾ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ എല്ലാ കാറ്റഗറിയും അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് 20,000 റുപ്പീസാണ്. 20,000 രൂപയാണ് എന്തായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്? സെക്യൂരിറ്റി മണി. അപ്പൊ മൊത്തത്തിൽ 20,000 + 1,000 21,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ 50,000 രൂപ. അപ്പൊ മൊത്തം ഡീംഡ് കോളേജ്, അമൃത കോളേജ് ഒക്കെ എടുക്കുന്ന ആളുകൾ മൊത്തത്തിൽ 55,000 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. കൗൺസിലിംഗ് ഫീ ആയിട്ട് 55,000 രൂപ നിങ്ങൾ ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൗണ്ട് 2-ലൊക്കെ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ ഫീ ഈ ഒരു 21,000 നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ ഓൾ ഇന്ത്യയുടെ റൗണ്ടുകളും കേരളയുടെ റൗണ്ടുകളും ഡിഫറെന്റാ. ഓൾ ഇന്ത്യയിൽ കേരളത്തിലും രജിസ്ട്രേഷൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ഓൾ ഇന്ത്യയിൽ ഓരോ റൗണ്ടിലും ഫ്രഷ് ആയിട്ട് പുതിയ ചോയ്സുകൾ കൊടുക്കാം, പുതിയ ഓപ്ഷൻസ് കൊടുക്കാം. അതിന് നിങ്ങൾ വീണ്ടും ഒരു എമൗണ്ട് പേ ചെയ്യണോ? വേണ്ട. എന്നാൽ ഇപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, ആ സീറ്റ് നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ സീറ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്. റൗണ്ട് 3യുടെ കമൻസ്മെന്റിന് 3 days പ്രയർ ആണ് നിങ്ങൾ ആ സീറ്റ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ക്വിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് എമൗണ്ട് കൗൺസിലിംഗ് ഫീ നഷ്ടപ്പെടും. അപ്പൊ വീണ്ടും റൗണ്ട് 3യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ റൗണ്ടിലും പറഞ്ഞു തരാം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് അലോട്ട്മെന്റ് കിട്ടി കോളേജിലേക്ക് ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് പേ ചെയ്യേണ്ട ആ ഒരു എമൗണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ആ ഒരു ടൈമിൽ കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ താങ്ക് യു so much dears. Bye bye.